ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഫെബിൻ്റെ വീട്ടുകാർ അശോകേട്ടൻ്റെ വീട്ടിൽ വിവാഹത്തിൻ്റെ ഡേറ്റ് എടുക്കാൻ വന്ന സമയത്ത് അവർ രണ്ടുപേരും, അതായത് സച്ചിയും രേവതിയും വേണമെന്നുള്ള കാര്യം പറഞ്ഞ് അശോകേട്ടൻ ഫോണിൽ വിളിച്ചു. അപ്പോൾ സച്ചി പറഞ്ഞു, ഞങ്ങളെന്തിനാണ് വരുന്നത്, നിങ്ങൾ കൃത്യമായി വേണ്ടുന്നൊരു ഡേറ്റ് എടുത്തോളാൻ പറയുവാണ്. അങ്ങനെ അശോകേട്ടനോട് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു. അപ്പോൾ അവരെ ഒരു ട്രിപ്പ് ഏറ്റുപോയെന്നും പിന്നെ വരാമെന്നാ പറഞ്ഞതെന്നും പറഞ്ഞു. അയ്യോ, കല്യാണത്തിന് കാണാമല്ലോ എന്ന് നമ്മുടെ ഇക്ക പറയാം. അപ്പോൾ ബീരാനിക്ക ഉണ്ടല്ലോ. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാമെന്ന് ബീരാനിക്ക പറഞ്ഞു. കല്യാണത്തിന് നിങ്ങളൊരു ഡേറ്റ് കണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു അശോകേട്ടൻ. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത മാസം 5-ാം തീയതി അങ്ങ് നടത്തിയാലോ? അന്ന് നല്ലൊരു ദിവസമാണെന്നും ബീരാനിക്ക പറയുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, ആ ദിവസം തന്നെ നമുക്ക് നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഡേറ്റൊക്കെ എടുത്തു. പിന്നെ അതെ, ഞങ്ങൾ എന്ത് തരണം അതുകൂടി പറയാൻ പറഞ്ഞപ്പോഴത്തേക്കും ബീരാനിക്ക സ്ത്രീധനല്ലേ ഉദ്ദേശിച്ചത്? അതേന്ന് പറഞ്ഞപ്പം, അതെ, നല്ലൊരു മോളെ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയല്ലേ, അപ്പോൾ ഇവളെ മാത്രം മതി ഞങ്ങൾക്കെന്ന് ബീരാനിക്ക പറഞ്ഞു. വേറെ ഒന്നും വേണ്ടാവെന്ന്. അത് കേട്ടപ്പോൾ ഇവർക്ക് ഒരുപാട് സന്തോഷമായി. എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ പെണ്ണില്ലാത്തൊരു വീട് സങ്കല്പിക്കാൻ പറ്റും. അമ്മയായി, ഭാര്യയായി, ചേച്ചിയായി, അനിയത്തിയായും മരുമകളായും ഒക്കെ ഒരു പെണ്ണുണ്ടെങ്കിലേ ഒരു വീട് അത് വീടാവുകയുള്ളൂ എന്ന കാര്യം പറഞ്ഞു. നിങ്ങൾ ഈ ജീവിതത്തിൽ നേടിയ എല്ലാ സമ്പാദ്യങ്ങളും തന്നാൽ മരിച്ചുപോയ നിങ്ങളുടെ അമ്മയെ തിരികെ തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ബീരാനിക്ക ചോദിക്കുക. നമ്മൾ നമ്മുടെ എല്ലാ സമ്പാദ്യവും തിരിച്ചു കൊടുക്കത്തില്ലേ എന്ന് ചോദിച്ചു. നമ്മൾ നമ്മുടെ അമ്മയെ മതിയെന്ന് പറയില്ലേ എന്നും ബീരാനിക്ക ചോദിക്കുക. അവിടെയാണ് ഈ സ്ത്രീയുടെ മഹത്വം എന്നും ബീരാനിക്ക പറഞ്ഞു. അപ്പോൾ അവരെക്കാളും വിലപ്പെട്ടതായിട്ട് ഈ ഭൂമിയിലെ വേറെ ഒന്നുമില്ല എന്നും ബീരാനിക്ക പറയുക. ഇതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം ഇവർക്ക്. വലിയൊരു നിധിയാണ് നിങ്ങൾ ഞങ്ങൾക്ക് തരുന്നതെന്നും അതിൻ്റെ കൂടെ എന്തിനാണ് ഇത്തിരി ധനം, അതിൻ്റെ ആവശ്യം എന്താണെന്നും ചോദിച്ചു. അതൊക്കെ കേട്ടപ്പോൾ ഇവർക്ക് ഒരുപാട് സന്തോഷമായിട്ട് നല്ല ആൾക്കാരാണല്ലോ ഓർത്ത്. ഞങ്ങൾക്ക് ഈ മോളെ മാത്രം മതിയെന്നും ബീരാനിക്ക പറഞ്ഞു. ധനം വേണ്ടായെന്നും. അതൊക്കെ കേട്ടപ്പോൾ ഇവർ മനസ്സ് നിറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കല്യാണ ഒരുക്കങ്ങൾ അവിടെ വന്നു കഴിഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ബീരാനിക്ക എല്ലാം നോക്കിയും കണ്ടൊക്കെ ചെയ്ത് എല്ലാവരുടെയും കൂടെ എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ ഓരോരുത്തരെയൊക്കെ കണ്ട് എല്ലാവരെയും പരിചയപ്പെടും. അപ്പോഴത്തേക്ക് അളിയും നന്ദം വന്നിട്ട് എല്ലായിടത്തും അളിൻ്റെ ഒരു കണ്ണ് വേണമെന്ന് പറഞ്ഞു. എല്ലായിടത്തും എൻ്റെ കണ്ണ് എത്തുന്നുണ്ട് എന്ന് ബീരാനിക്ക. കല്യാണം കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും വീട്ടിൽ കയറിയതിന് ശേഷം ഞാൻ ഇരുന്നോളാവെന്ന് പറഞ്ഞു. അതുവരെ ഒന്ന് ഓടട്ടെ അളിയൻ്റെ കഷ്ടപ്പാട് കണ്ട് ഞാൻ പറഞ്ഞത് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടുന്നു ബീരാനിക്ക. അപ്പോഴത്തേക്കും വന്നവരെയൊക്കെ കണ്ട് നിങ്ങൾ വല്ലതും കഴിച്ചായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അത് അശോകേട്ടനോടൊക്കെ ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഒന്ന് കഴിക്കാൻ പറഞ്ഞു. പെട്ടെന്നാവട്ടെ എന്ന് പറയുമ്പോൾ കഴിക്കാൻ കുറച്ച് കഴിയട്ടെ, നിങ്ങൾ കഴിച്ചോ? എവിടെ കഴിക്കാൻ, വന്ന സമയം മുതൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, ഒന്ന് നിന്നാലല്ലേ കഴിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞപ്പം എൻ്റെ പൊന്ന അശോകേട്ട ഇപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് നന്ദ പറയണം. അപ്പം എൻ്റെ മരുമകൻ്റെ കല്യാണമല്ലേ, അത് ഭംഗിയായി നടത്തേണ്ടത് എൻ്റെ കടമയല്ലേ എന്ന് ബീരാനിക്ക ചോദിച്ചു. അങ്ങനെ ഇവരെല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയും വീട്ടുകാരും എത്തി. അപ്പോൾ ഇതെന്താ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു. ഇത് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കല്യാണമല്ലേ ചന്ദ്രൻ, നമ്മളവരുടെ കൂടെ തന്നെ വേണ്ടതല്ലേ എന്ന് രവിയേട്ടൻ ചോദിക്കുക. കല്യാണത്തിന് അവർ സഹായിക്കണ്ടേ? ഇതിപ്പോൾ വെറുതെ നാട്ടുകാരെ പോലെ കല്യാണം കാണാനും ഭക്ഷണം കഴിക്കാനും വേണ്ടി വന്നതുപോലെ ആയില്ലേ എന്നിങ്ങനെ രവിയേട്ടൻ ചോദിക്കുക. അപ്പോൾ എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇന്നലെ രാത്രി ഇവിടെ ഒന്ന് കിടക്കായിരുന്നില്ലേ എന്ന് ചോദിച്ചു. തുടങ്ങി എന്തേലും പറഞ്ഞ ഉടനെ തർക്കിച്ചോളണം. എടാ നീ ഒന്ന് മിണ്ടായിരിക്കാം. അപ്പോൾ ഇത് വീടല്ല കല്യാണ മണ്ഡപമാണെന്ന് പറഞ്ഞു സച്ചി. നീയും അത് ഓർക്കുന്നത് നല്ലതായിരിക്കും എന്ന് ചന്ദ്ര സച്ചിയോട് പറഞ്ഞു. മതി വാ കയറി വാവോ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇവരെയും വിളിച്ചുകൊണ്ട് സച്ചിയൊക്കെ അകത്തേക്ക് പോകണം. അങ്ങനെ ഇവർ ചെന്നപ്പോഴേക്കും ടൂറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഇങ്ങനെ നിൽക്കുക. അയ്യോ നിങ്ങളുടെ ടൂറിൻ്റെ കാര്യം, ടൂറ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞപ്പം അപ്പോൾ റിസോർട്ട് വണ്ടിയൊക്കെ ബുക്ക് ചെയ്തില്ല എങ്കിലേ അതുകൊണ്ട് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ ശരി, ആദ്യം നമുക്ക് കല്യാണം കൂടാം വാ എന്നും പറഞ്ഞു ഇങ്ങനെ എല്ലാവരും കൂടെ പോവാം. അങ്ങനെ ഇവരെല്ലാവരും കൂടെ അകത്തേക്ക് കയറി ചെന്നപ്പോൾ ഈ ഡിസൈനും അതുപോലെ ഈ മണ്ഡപം ഒരുക്കിയേക്കുന്നൊക്കെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി അവർക്ക്. അടിപൊളിയായിട്ടുണ്ടല്ലോ വെച്ചാൽ, കാലക്കിയിട്ടുണ്ടല്ലോ വെച്ചാൽ മണ്ഡപം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ ഇവരോട് പറയുന്നു. എല്ലാവരും ഭയങ്കര ഇഷ്ടത്തോടു കൂടി ഇങ്ങനെ നോക്കുക. രേവതി മോളെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, അപ്പോൾ ഡെക്കറേഷനൊക്കെ അടിപൊളിയായിട്ടുണ്ടെന്ന് രേവതിയോട് ഇവർ പറഞ്ഞു. മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ടെന്നും പറയും. അപ്പോൾ എന്നിട്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ അശോകേട്ടനെയും അവരെ എല്ലാവരെയും. അപ്പോൾ മാളുവിൻ്റെ വീട്ടുകാർ, അതായത് അശോകേട്ടനൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക ബീരാനിക്ക. അപ്പോൾ മാളു എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവൾ മേക്കപ്പ് റൂമിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു ചേട്ടൻ വന്നിട്ട് ബീരാനിക്കയോട് തിരുമേനി തിരക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചെല്ലട്ടേട്ടോ എന്ന് പറഞ്ഞു ബീരാനിക്ക അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ബീരാനിക്ക അങ്ങ് മാറിയപ്പോഴേക്കും അവരെല്ലാവരും കൂടെ കയറി വന്നു. അപ്പോൾ അശോക എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഓടിച്ചത്. രവി എന്ന് പറഞ്ഞു ഓടി വന്ന് അശോകേട്ടനും കെട്ടിപ്പിടിച്ചു. കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നില്ലേടാന്ന് ചോദിച്ചപ്പോൾ ഭംഗിയായി നടക്കുന്നു. എന്താ രവി നിങ്ങൾ ലേറ്റ് ആയെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർക്കൊക്കെ ഒരുങ്ങാൻ കുറച്ച് സമയം മതിയോ അശോക എന്ന്
രവിയേട്ടൻ ചോദിക്കും കേട്ടോ, ആ സമയം കല്യാണപ്പെണ്ണ് ഒരുങ്ങുന്നതിനേക്കാളും സമയം എടുക്കും കല്യാണത്തിന് കൂടാൻ വരുന്നവർ ഒരുങ്ങാനായിട്ട്. ഇവർ കാരണം ഇത്രയും താമസിച്ചതെന്ന കാര്യം പറയണു ആ സമയത്ത് അവർ. അങ്ങനെ ഇരിക്കുമ്പം നിൻ്റെ ഒരുക്കമാണെന്ന് വർഷയോട് പറയുക ഈ പറയുന്ന ശ്രീകാന്ത്. അപ്പോൾ ഇപ്പം നമുക്കായോ കുറ്റമെന്ന് ചന്ദ്രമതി. നേരത്തെ വന്ന് നിങ്ങൾ വേണ്ട എല്ലാം ചെയ്യാനെന്നും പിന്നെ എല്ലാം മുന്നിൽ നിന്ന് നടത്തേണ്ടവർ ഈ സമയത്ത് വന്നാൽ എങ്ങനെയാ അശോകേട്ടൻ ചോദിച്ചു. അപ്പം അത് ലേറ്റായിട്ടൊന്നുമില്ലല്ലോ അങ്കിളേന്ന് ശ്രീകാന്ത് പറഞ്ഞു. മാളു നിങ്ങളെ രണ്ടുപേരെയും അന്വേഷിച്ചായിരുന്നു. നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവൾക്ക് 100 നാവാ എന്ന് പറഞ്ഞിങ്ങനെ ചേച്ചി പറയാ. എന്നാൽ പിന്നെ ഞാൻ സച്ചിയോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സച്ചിയുടെ അരികിൽ ചെന്ന് നിന്നിട്ട് സച്ചിയോട്, മക്കളെ ഞങ്ങൾ മുതിർന്നവർ തെറ്റായ ഒരു തീരുമാനം എടുത്തു. എന്നാൽ പക്വതയോടെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് നിങ്ങൾ ഈ കല്യാണം വരെ എത്തിച്ചു എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയാം. നന്ദിയുണ്ട് മക്കളെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നന്ദി പറയാം സച്ചിയോടും രേവതിയോടും. നമ്മുടെ അശോകേട്ടനെ ശ്രുതിക്ക് ഇതൊന്നും അങ്ങ് പിടിക്കുന്നില്ല. അതുപോലെ തന്നെ ശ്രുതിക്കും. അശോക, അവരുടെ രണ്ടുപേരുടെയും കടമയല്ലേടാ അവർ ചെയ്തതെന്ന് ചോദിച്ചു. മാളു ആരാടാ അവർക്ക്? അനിയത്തിക്കുട്ടി അല്ലേടാ അവരുടെ? അപ്പം പിന്നെ അവരത് ചെയ്യണ്ടേടാ എന്നൊക്കെ രവിയേട്ടൻ ചോദിക്കുക. ഇതൊന്നും ചന്ദ്രയ്ക്ക് അങ്ങ് ദഹിക്കുന്നില്ല. ഇന്ന് ഈ സന്തോഷത്തിന് കാരണം നിങ്ങൾ രണ്ടുപേരുമാണെന്ന് അശോകേട്ടൻ്റെ ഭാര്യ എന്നേരം അവിടെ വെച്ച് പറഞ്ഞു. അപ്പം ഞങ്ങളിപ്പോൾ ഫെബിൻ്റെ അച്ഛനോടും അമ്മാവനോടും നിങ്ങളെക്കുറിച്ച് പറഞ്ഞതേ ഉണ്ടായുള്ളൂ. നിങ്ങളെ ഒന്ന് പരിചയപ്പെടണമെന്ന് അന്ന് അദ്ദേഹം വീട്ടിൽ വന്നപ്പോഴേ പറയുന്നുണ്ടായിരുന്നു എന്നും പറഞ്ഞു. ഇപ്പോഴും അത് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പരിചയപ്പെടാമല്ലോ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നൊരു സച്ചി പറയാം. എല്ലാവരും വാ അങ്ങോട്ട് ഇരിക്കാം എന്നും പറഞ്ഞ് അങ്ങനെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോകണു. അങ്ങനെ എല്ലാവരും ഇവിടെ പോയിരിക്കുന്നു. ഈ സമയത്ത് തിരുമേനി അവിടെ നിന്ന് നമ്മുടെ ബീരാനിക്കയോട് കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ കല്യാണം തടസ്സങ്ങളൊന്നും കൂടാതെ നടക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞത് പറയാം. ഇല്ല, ഒരു കുറവും വരില്ല തിരുമേനി, ഞാനല്ലേ ഇവിടെ ഉള്ളതെന്ന് ബീരാനിക്ക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ബീരാനിക്ക അങ്ങോട്ടേക്ക് മാറുന്നു. അപ്പോഴേക്കും ഒരു ചേട്ടൻ അങ്ങോട്ടേക്ക് വന്നു. ഇന്നെന്താ ഫുഡെന്ന് ചോദിച്ചു. അപ്പോൾ ചോറും കറികളുമാണെന്ന് പറയും. അപ്പോൾ ഇറച്ചിക്കടയൊക്കെ നടത്തുന്ന ആളല്ലേ, ഞാൻ കരുതി മട്ടൻ ബിരിയാണി ആയിരിക്കും എന്ന്. റിസപ്ഷന് ഉറപ്പായിട്ടും മട്ടൻ ബിരിയാണി വിളമ്പിയിരിക്കും, തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബിരിയാണിക്ക് അവിടെ വന്ന ആളെ അങ്ങ് പറഞ്ഞു വിട്ടു. അപ്പോൾ ബിരിയാണിക്ക് അങ്ങ് മാറിയ സമയത്ത് ആ സ്ഥലത്തേക്ക് ഇവർ രവിയേട്ടനെയും കൊണ്ട് വന്നു. വന്നിട്ട് ഇങ്ങനെ നിൽക്കാൻ, നീ ഫുഡ് പോയി കഴിക്കാൻ പറഞ്ഞു ഏട്ടനോട് പറയാം അശോകേട്ടൻ. അപ്പോൾ എന്താ അശോകേത, ഞങ്ങളെ നീ ഇങ്ങനെ സ്വീകരിച്ച് ആനയ്ക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് 100 കൂട്ടം കാര്യങ്ങളല്ലോ ഉള്ളതല്ലേ, നിങ്ങൾ ചെന്ന് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞു. പെണ്ണിൻ്റെ അച്ഛനാ, ഒരുപാട് കാര്യങ്ങൾ നോക്കാനുള്ളതല്ല, നീ ചെല്ലടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വിടുക. അപ്പോൾ ശരി എന്നും പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ അങ്ങോട്ടേക്ക് പോയി. അപ്പം സച്ചേട്ടാ എന്നും പറഞ്ഞു രേവതി ഇങ്ങനെ വിളിക്കുക. അപ്പോൾ നോക്കിക്കേ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് രേവതി, അടിപൊളിയാ. സ്റ്റേജ് ഡെക്കറേഷൻ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പം പറയാനുണ്ടോ, സൂപ്പറല്ലേ, എൻ്റെ രേവതിയല്ലേ ചെയ്തത്, കുറച്ച് പൂവിൻ്റെ കുറവുണ്ടല്ലേ എന്ന് രേവതി ചോദിച്ചു. ഞാൻ വിളിച്ച കുറച്ച് പൂവും കൂടി കൊണ്ടുവരാൻ പറഞ്ഞാലോ, നിനക്ക് വെറുതെ തോന്നുന്നത് എൻ്റെ രേവതി, പൂവിൻ്റെ കുറവൊന്നുമില്ല, നന്നായിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ടെന്ന് സച്ചി പറഞ്ഞു. പിന്നെ പൂ മാത്രമല്ല കേട്ടോ സൂപ്പർ, നീയും സൂപ്പറാണെന്ന് സച്ചി പറയുമ്പോഴേക്കും ഇപ്പോൾ ഓടുന്നെന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ സച്ചിയുമായിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞിച്ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് അവിടെ നമ്മുടെ മാളുവിനെ ഒരുക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരുക്കം എന്തായെന്ന് ചോദിച്ചു. അപ്പോൾ എന്താവാനാ, സാരി ഉടുക്കുന്നു, ആൻറ്റി ആ ആഭരണങ്ങളൊക്കെ ഒന്ന് എടുത്ത് തരുമെന്ന് ചോദിച്ചു. അങ്ങനെ ആഭരണങ്ങളൊക്കെ ആൻറ്റി എടുത്ത് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ പെണ്ണിനെ ഒരുക്കുന്നു. ആ സമയത്ത് നമ്മുടെ ബീരാനിക്ക് അങ്ങോട്ടേക്ക് വന്നു. പെണ്ണിനെ ഒരുക്കി കഴിഞ്ഞില്ല, അല്ലേ നിങ്ങളെന്താ ഇവിടെ ഇരിക്കണേന്ന് ചോദിച്ചു. അല്ല ഞങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ല, ഓടിച്ചാടി നിങ്ങളല്ലേ എല്ലാം ചെയ്യുന്നതെന്ന് ബീരാനിക്കയോട് ചോദിക്കുക അശോകേട്ടൻ. ഞാൻ പെണ്ണൊരുങ്ങി നോക്കാൻ വന്ന, ചില പിള്ളേരെ മുഹൂർത്ത സമയമായാലും ഒരുങ്ങി കഴിയത്തില്ല എന്നേ, ഇതിപ്പോൾ എന്തായാലും നേരത്തെ ആയത് നന്നായി എന്ന് പറഞ്ഞു നിൽക്കുന്നത്, ഇനി മേക്കപ്പ് ചെയ്യേ വേണ്ടു എന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ മേക്കപ്പ് ചെയ്യേണ്ട ആൾ ഇതുവരെ വന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ വന്നിട്ടുണ്ട്, ഞങ്ങളുടെ സ്വന്തക്കാരിയായിട്ടുള്ള കുട്ടി തന്നെയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതാണല്ലോ, അവളെന്താ ഇതുവരെ വരാത്തേ എന്ന് ചോദിച്ചപ്പം സെൽഫി എടുത്ത് കളിക്കായിരിക്കും, കല്യാണ വീട്ടിലൊക്കെ ഇപ്പോൾ അതാണല്ലോ പ്രധാന ചടങ്ങ് എന്ന് ബീരാനിക്ക പറയണം. അപ്പോഴത്തേക്ക് നവ്യെ നീ പോയി അവളെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ആ കൊച്ചിനെ പറഞ്ഞു വിട്ടു. കല്യാണപ്പയ്യനും കൂട്ടരും എത്തിയോ, അവർ ഓൺ ദ വേ ആണെന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പം ശ്രുതിയെ വന്ന് വിളിച്ചുകൊണ്ട് പോവുക. അപ്പോഴത്തേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വന്ന്, ശ്രുതി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ, നല്ല പൂ പോലത്തെ ഇഡലിയും നല്ല ചൂട് ചട്നി ഉണ്ടെന്നൊക്കെ പറയുമ്പം അതൊക്കെ കുറച്ച് കഴിയിട്ട് എൻ്റെ ശ്രുതി വന്ന് കയറിയതല്ലേ ഉള്ളൂ എന്ന് ശ്രുതി ചോദിക്കുന്നു. എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് പെങ്കൊച്ച് വന്ന് വിളിച്ചുകൊണ്ട് പോണേ. ചേച്ചി അവിടെ വെയിറ്റ് ചെയ്യാം, മേക്കപ്പ് ചെയ്യേണ്ടേ, വരാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു എന്ന് പറഞ്ഞു. ശരി. അപ്പോഴത്തേക്കും ചേച്ചി എനിക്കൊരു കോള് വരുന്നുണ്ട്, ഞാനൊന്ന് ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി എന്നെ പറഞ്ഞു വിട്ടിട്ട് ആ പെങ്കൊച്ച് അങ്ങോട്ടേക്ക് പോയി. അപ്പോഴത്തേക്കും ശ്രുതി അവിടെ സെൽഫിയൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുക. ഈ സമയം ആഭരണങ്ങളെല്ലാം അവിടെ വെച്ചു. അപ്പോഴത്തേക്ക് ആഭരണങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, പരിചയമില്ലാത്ത ആരെയും ഇതിനകത്ത് കയറ്റരുത് കേട്ടോ എന്നൊക്കെ ബീരാനിക്ക പറയുമ്പോൾ അതിന് ഇന്നലെ തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ മേക്കപ്പ് കഴിഞ്ഞു, അപ്പോൾ തന്നെ ഇതെടുത്ത് അങ്ങ് അണിയുമെന്നും പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ബീരാനിക്കയ്ക്ക് ഒരു കോള് വന്നു. ബീരാനിക്ക ഫോണുമായിട്ട്
അങ്ങോട്ടേക്ക് പോയി. ബീരാനിക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങുകയും ശ്രുതി അങ്ങോട്ടേക്ക് കയറി വരികയും ഒരുമിച്ചായിരുന്നു. അപ്പം നിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു മോളെ എന്ന് അശോകേട്ടൻ പറഞ്ഞു. ഇനി മേക്കപ്പ് ചെയ്യേണ്ട കാര്യമുള്ളൂ എന്നും പറഞ്ഞു. അപ്പം അതിനൊക്കെ സമയമുണ്ടല്ലോ അങ്കിളെ എന്നും പറഞ്ഞു നമ്മുടെ ശ്രുതി പറയുക. നമ്മളിവിടെ ഇരുന്നാൽ എങ്ങനെയാ, വരുന്നവരൊക്കെ നമ്മളെ അന്വേഷിക്കില്ലേ, നമുക്ക് അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞ് അശോകേട്ടനും ഭാര്യയും കൂടെ അങ്ങ് പോയി. മോളെ സ്വർണ്ണമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അമ്മയും അച്ഛനും കൂടെ അങ്ങ് പോയി കഴിഞ്ഞപ്പം മാളു നീ ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. എങ്കിൽ പോയി കഴിച്ചിട്ട് വാ, മേക്കപ്പ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് സാരമില്ല, ഞാനൊരു ജ്യൂസ് കുടിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അവർ മേക്കപ്പിലേക്ക് കടന്നു. സച്ചി ഇങ്ങനെ രേവതിയുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ കണ്ട് ഇങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുന്നു. അപ്പോഴത്തേക്ക് രേവതി അങ്ങോട്ടേക്ക് വരിക. എന്താ സച്ചിയേട്ടാ ഇങ്ങനെ നോക്കുന്നത്, ഞാൻ ചെയ്ത ഡെക്കറേഷനൊക്കെ അത്രയ്ക്ക് ഇഷ്ടമായോ, അതാണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പം അത് പിന്നെ ഈ മണ്ഡപം കണ്ടപ്പോഴേ ഒരു നിമിഷം ഞാൻ നമ്മുടെ കല്യാണം ഓർത്തു പോയി എന്ന് സച്ചി രേവതിയോട് പറയണു. പിന്നെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ വെറുപ്പോടെയല്ലേ ഇരുന്നതെന്ന് സച്ചി ചോദിക്കുക അല്ലേ. അപ്പോൾ രേവതി ഒന്ന് നോക്കി ഇങ്ങനെ എന്നുള്ള രീതിയിൽ അതെ നമുക്ക് ഒന്നുകൂടി കല്യാണം കഴിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എൻ്റെ സച്ചേട്ടാ, ഇഷ്ടമില്ലാതെയാണെന്ന് കല്യാണം കഴിച്ചത്, വെറുപ്പും ഉണ്ടായിരുന്നു, പക്ഷേ എന്നും അങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞപ്പം ശരിയാ മണ്ഡപത്തിൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇരുന്ന പലരും 2 ദിവസം കഴിയുമ്പോൾ പരസ്പരം പിരിഞ്ഞ് ഡിവോഴ്സ് ആകുന്നവരാ. നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ വെറുപ്പോടെയാണ് ഇരുന്നതെങ്കിലും ഇപ്പോൾ സ്നേഹവും സന്തോഷത്തോടെയൊക്കെ നമ്മൾ കഴിയുന്നില്ലേ എന്ന് ചോദിച്ചു. അത് നീ പറഞ്ഞത് ശരിയാ, അതിനെ അച്ഛനും അച്ഛമ്മയ്ക്കും നന്ദി പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തിനാ, അല്ല അവരാണല്ലോ നിർബന്ധിച്ച് എന്നെ കൊണ്ട് നിന്നെ കെട്ടിച്ചതെന്നൊക്കെ പറയുമ്പം അതെന്തായാലും നന്നായില്ലേ രേവതി എന്നും ചോദിച്ചു. നീ നോക്കിക്കേന്ന് പറഞ്ഞുകൊണ്ട് സച്ചി എന്നിട്ട് ഇങ്ങനെ അവിടെ നിന്ന് സംസാരിക്കുക. അപ്പം നീയും ഫെബിനും ഒളിച്ചോടിപ്പോയ കഥയൊക്കെ എനിക്ക് അറിയാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയണു. അധികം ആരും അറിയില്ലെന്നോ ഞാൻ കരുതിയിരുന്നത്, പക്ഷെ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു എന്ന് ആ മാളു പറയാണ് ശ്രുതിയോട്. ഓടിപ്പോയി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് സച്ചേട്ടനും രേവതി ചേച്ചിയും പിന്നെ ഫെബിൻ്റെ അമ്മാവനും ഇടപെട്ടാണത് ഇങ്ങനൊരു കല്യാണത്തിന് എനിക്ക് ഭാഗ്യം ഉണ്ടാക്കി തന്നതെന്നൊക്കെ പറയാം മാളു അവിടെ ഇരുന്ന്. ശ്രുതി അന്നേരം ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഫെബിൻ്റെ അമ്മാവൻ നല്ലൊരു മനുഷ്യനാണെന്നും എന്നോട് എന്തൊരു സ്നേഹമാണെന്ന് അറിയാവോ എന്നൊക്കെ ചോദിച്ചു. ഒന്ന് പരിചയപ്പെടേണ്ട ആളാണെന്നൊക്കെ പറയുമ്പം അദ്ദേഹം വന്ന് കാണുമല്ലോ അല്ലേ, പരിചയപ്പെടാമെന്ന് ശ്രുതി. അപ്പോൾ എൻ്റെ ഭാഗ്യമാണ് ചേച്ചി, ശരിക്കും നല്ലൊരു വീട്ടിലേക്കാണ് ഞാൻ കയറി പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ എന്നും പറഞ്ഞ് ശ്രുതി നിൽക്കണം. അങ്ങനെ ശ്രുതി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ബീരാനിക്ക് അതിലെല്ലാം പറന്ന് നടക്കുന്നു. അങ്ങനെ പറന്ന് നടക്കുന്ന ബീരാനിക്ക് ചുമ്മാ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ രവിയേട്ടനെ കണ്ടു. രവിയേട്ടനെ കണ്ടപ്പോഴത്തേക്കും ബീരാനിക്കടുള്ള ജീവനങ്ങ് കത്തിപ്പോയി. ഈശ്വര, ഇതാ അദ്ദേഹമല്ലേ, ശ്രുതിയുടെ ഭർത്താവിൻ്റെ അച്ഛനല്ലേ നിൽക്കുന്നത്, എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബീരാനിക്ക് ഓടുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അശോകേട്ടൻ അവിടെ നിൽപ്പുണ്ട്. ഓടി ബീരാനിക്ക് അശോകേട്ടൻ്റെ അടുത്ത് ചെന്നു. ഒന്നിങ്ങ് വന്നേ എന്നും പറഞ്ഞ് വിളിച്ച് അവിടെ മാറ്റിക്കൊണ്ട് പോവാം. അപ്പോൾ അശോകേട്ടൻ വേറെ ആരോ ആയിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. കൊണ്ടുവന്ന് നിർത്തിയിട്ട് അതേ ആ കറുത്ത ഷർട്ട് ഇട്ട് നിൽക്കുന്ന ആളിനെ കണ്ടോ എന്ന് ചോദിച്ചു. അതായത് രവിയേട്ടനെ. അത് നിങ്ങളുടെ ആരെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പോൾ അത് രവിയല്ലേ എന്ന് ചോദിച്ചു. അവൻ എൻ്റെ എല്ലാമാ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണെന്നും ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നവരാണെന്ന കാര്യങ്ങളും പറയാം. അപ്പോഴത്തേക്കും ബീരാനിക്ക് ഇങ്ങനെ നോക്കും അന്തം വിട്ട്. അപ്പോൾ ബീരാനിക്ക ചിരിച്ചുകൊണ്ട് ഇവരുടെ നേരെ നോക്കിയപ്പോഴത്തേക്കും ബീരാനിക്ക് ഇങ്ങനെ വേറൊരാളുടെ മറവിലേക്ക് അങ്ങ് പോയി. എന്നാ പറ്റിയെന്ന് ചോദിക്കട്ടെ ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. അയ്യോ ഒന്നുമില്ലെന്നേ, ഒന്നുമില്ല, അത് ഞാൻ അദ്ദേഹത്തെ വേറെ എവിടെയോ കണ്ടതുപോലെ തോന്നുന്നു എന്ന് ബീരാനിക്ക പറഞ്ഞു. അപ്പോൾ ബസ് ഡ്രൈവർ ആയിരുന്നല്ലോ, കണ്ടു കാണുമായിരിക്കും, കാണാൻ വഴിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എവിടെ താമസമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും രവിയേട്ടനോട് അടുത്ത് നിന്ന ആൾ ഇപ്പോൾ ടൗണിൽ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും കൂടെ വന്നു. സച്ചി, ചന്ദ്രമതി, മക്കള്. അപ്പോൾ അതേ അങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെടുത്തി കൊടുക്കും. ഇതെല്ലാം ബീരാനിക്ക് അപ്പുറം നിന്ന് കാണുവാണ്. അവർ 2 പേരുമാണ് ഈ കല്യാണം നടക്കാൻ കാരണക്കാർ തന്നെ എന്ന് പറഞ്ഞു. ഉഷോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ബീരാനിക്ക് ഇങ്ങനെ ഇരിക്കുക. സച്ചിയും രേവതിയും ബീരാനിക്കയുടെ ഉള്ളങ്ങ് പിടയാൻ തുടങ്ങി. ഞാനൊന്ന് പറഞ്ഞിരുന്നില്ലേ അവർ സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പെങ്ങളുടെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇവരാണല്ലേ അവർ എന്ന് പറഞ്ഞുകൊണ്ട് ബീരാനിക്ക് നേരം അവിടെ അങ്ങനെ നിൽക്കുക. അങ്ങനത്തെ വാ നമുക്ക് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം എന്ന് അശോകേട്ടൻ പറഞ്ഞു. വാ എന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്നെ കിച്ചണിലേക്ക് അത്യാവശ്യമായിട്ട് വിളിച്ചായിരുന്നു, ഞാൻ അങ്ങോട്ടേക്കൊന്ന് പോട്ടെ, പിന്നെ പരിചയപ്പെടാം, അവരിവിടെ തന്നെ കാണുമല്ലോ. ശരി എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ ബീരാനിക്ക് അവിടെ നിന്ന് ഓടി. എൻ്റെ ഈശ്വര, എന്നെ പിടിച്ച ഉറപ്പായിട്ടും ശ്രുതിയെയും പിടിക്കും. എന്തൊരവസ്ഥയാണോ ദൈവമേ, ഇനിയിപ്പം ഞാൻ എന്നാ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ബീരാനിക്ക് ഇങ്ങനെ അവിടെ നിൽക്കുക ആകെ ടെൻഷനായിട്ട്. എൻ്റെ ദൈവമേ, സ്വന്തം മരുമകളുടെ കല്യാണം കൂടാൻ പറ്റാത്തൊരവസ്ഥയായി എനിക്ക് ഇവിടുന്ന് പോകാനും പറ്റില്ല, ഇപ്പം എന്നാ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബീരാനിക്ക് ഇങ്ങനെ അവിടെ നിന്ന് ആലോചിക്കുക. അവരെല്ലാവരും ഉണ്ട്, ശ്രുതിയെ കാണുന്നുമില്ലല്ലോ, അവൾ എവിടെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോഴത്തേക്കും ബീരാനിക്കയുടെ ഫോണിൽ നിന്ന് ശ്രുതിയുടെ ഫോണിലേക്ക് കോൾ വന്നു. ശ്രുതി എടുത്ത് നോക്കിയപ്പോൾ ബീരാനാണല്ലോ വിളിക്കുന്നത്. എന്തിനാണ് അവ വിളിക്കുന്നത്, ഇപ്പം എടുത്ത് ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി
പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. കാരണം അവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ശ്രുതി ഫോണും എടുക്കുന്നില്ല. ബീരാനിക്ക് ഈ ഫോണും പിടിച്ചിങ്ങനെ നിൽക്കുക. എൻ്റെ ദൈവമേ, ആകെ ടെൻഷനായിട്ട് നിൽക്കുക. എന്തായാലും ഇവരെന്നെ പിടിക്കാതെ നോക്കുന്നത്. എത്ര നേരം ഇവിടെ ഇങ്ങനെ ഒളിച്ച് നിൽക്കും. ഈശ്വര, തൽക്കാലം കിച്ചണിൽ ചെന്ന് നിൽക്കാം. അവിടെ അവർ വരാൻ സാധ്യതയില്ല എന്നും പറഞ്ഞുകൊണ്ട് ബീരാനിക്ക് അങ്ങോട്ടേക്ക് ഓടാൻ നോക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, സീ യു, ടേക്ക് കെയർ, ബൈ ബൈ.